എന്താ ഞാൻ സ്കൂളിൽ പോവാണെങ്കിൽ ഇരിക്കും. പക്ഷെ ഞാൻ വീട്ടിൽ പോവാണെങ്കിൽ അമ്മ ജോലിക്കും ആ സമയത്ത്. രണ്ടുപേരും മാറിയും തിരിഞ്ഞും വീട്ടിൽ തന്നെ കാണും. അങ്ങനെ മോള് പൂട്ടിയിടുമായിരുന്നു. ഇപ്പൊ കടക്കാര് ശല്യ, എപ്പോ നോക്കിയാലും കടക്കാര് വന്ന് ഭയങ്കര ബഹളമൊക്കെയാ. പൈസ ഇപ്പൊ ഒന്നുമില്ല. അങ്ങനെ വീട്ടില് അവസ്ഥയാ. ഉമ്മച്ചി ഭയങ്കര കരച്ചില്ല. പക്ഷെ കടം മേടിച്ചിനി കൊടുത്തില്ലേ പറ്റൂ. പക്ഷെ കൊടുക്കാൻ ഒന്നുമില്ല. ജില്ലയിൽ കണ്ണനല്ലൂരായിട്ട് വരും. എൻ്റെ പേര് ആദിത്യൻ. ഇത് എൻ്റെ കുടുംബമാണ്. ഇതെൻ്റെ അമ്മ, അച്ഛൻ, ചേച്ചി. ചേച്ചിക്കും അച്ഛനും ഒന്നും വയ്യാത്തയാണ്. ഇവർക്ക് എങ്ങനെയും ഈ അസുഖമൊക്കെ ഒന്ന് മാറ്റണം. എന്നിട്ട് അമ്മയ്ക്കും എങ്ങനെയും ഈ കടമൊക്കെ ഒന്ന് തീർക്കണം. അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ വീട് ഇത് ഞങ്ങളെ വീടാ. ഇത് പണി തീരാതെ കിടക്കുക. എങ്ങനെയും ഇതിൻ്റെ പണിയും തീർക്കണം. ഇനി ചേച്ചിയും വയ്യാത്തതുകൊണ്ട് എങ്ങനെയും ആ അസുഖവും മാറ്റണം. എന്നിട്ട് ഈ വീട്ടിൽ എങ്ങനെയും ശരിയാക്കി ഈ വീട്ടിൽ കയറണം. അങ്ങനെ ആ ഒരു ആഗ്രഹം കിടക്കുന്നു. വേറെ ഒന്നുമില്ല ആഗ്രഹമായിട്ട്. ഇപ്പോൾ എനിക്ക് പഠിക്കാൻ പോകണമെങ്കിൽ തന്നെ ഈ വീട് വെച്ചാലേ പറ്റത്തുള്ളൂ. ചേച്ചി അച്ഛനെയും ഇവിടെ വീട്ടിൽ ഇരുത്തിയിട്ട് പോകാൻ പറ്റൂ. പുറത്തൊന്നും ആക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും ചേച്ചി അച്ഛനെയൊക്കെ. ഞാൻ സ്കൂളിൽ പോവാണെങ്കിൽ ഇരിക്കും. പക്ഷെ ഞാൻ വീട്ടിൽ പോവാണെങ്കിൽ അമ്മ ജോലിക്കും ആ സമയത്ത്. രണ്ടുപേരും മാറിയും തിരിഞ്ഞും വീട്ടിൽ തന്നെ കാണും. അങ്ങനെ ചിലപ്പോൾ ഞാൻ സ്കൂളിൽ പോകത്തില്ല. ചിലപ്പോൾ അമ്മയ്ക്ക് ജോലിക്കും പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ കുറേ നാളായി അമ്മ ജോലിക്ക് പോയിട്ട് തന്നെ. ഇപ്പോൾ സ്കൂളിൽ എന്തായാലും സ്കൂൾ അടച്ചുകൊണ്ട് കുഴപ്പമില്ല എനിക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് ജോലിക്കും പോകാൻ പറ്റത്തില്ല. ഇപ്പോഴും ജോലി ഇല്ല. തൊഴിലുറപ്പാണ് അമ്മയ്ക്ക് ജോലി. അങ്ങനെ പറ്റത്തില്ല. ഇപ്പോൾ കടം കുറേ വാങ്ങി. അങ്ങനെ ഇപ്പോൾ കടക്കാരെല്ലാം വീട്ടിൽ വന്ന് ബഹളമാണ്. അങ്ങനെ ഭയങ്കര വഴക്കൊക്കെയാണ്. അങ്ങനെ ആ കടവും തീർക്കണം. പക്ഷേ എനിക്ക് വേണ്ടി എടുത്ത്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ആ കടം വീട്ടാൻ. ഞാനെന്തോ ചെയ്യാനാ ഈ കൊച്ചു പ്രായത്തിൽ. എനിക്ക് ജോലിയൊന്നും കിട്ടത്തില്ലല്ലോ. കിട്ടിയാലും എനിക്ക് പോകാനും പറ്റത്തില്ല ഇവർ രണ്ടുപേരെയും കളഞ്ഞിട്ട്. ഭയങ്കര മോശമായിട്ട് ചീത്തയൊക്കെ വിളിക്കും, വഴക്കും പറയും, എല്ലാം പറയും. കേട്ട് കേൾക്കാനേ പറ്റൂ. കൊടുക്കേണ്ട പൈസ കൊടുക്കാൻ കയ്യിലില്ല. പിന്നെ എങ്ങനെ കൊടുക്കാൻ? അങ്ങനെ കേട്ട് കേൾക്കത്തേയുള്ളൂ. ഒന്നും പറയാനും പറ്റത്തില്ല കടമായോണ്ട്. ചേച്ചിക്കാണെങ്കിൽ ഈ ഗുളികയൊക്കെ മേടിക്കാൻ തന്നെ കുറേ പൈസയാവും. അച്ഛനും അതേപോലെ തന്നെ കുറേ പൈസയാവും. അമ്മയാണെങ്കിൽ തൊഴിലുറപ്പിനാണ് പോകുന്നത്. തൊഴിലുറപ്പിൻ്റെ പൈസ വെച്ച് ഒന്നും നടക്കത്തുമില്ല. അങ്ങനെ ഇത്രയും കടം വാങ്ങിയത് തന്നെ. എനിക്ക് ഈ വീട് എങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കി എങ്കിലേ എനിക്ക് ജോലിക്കോ വേലയ്ക്കോ പോകാൻ പറ്റൂ. ഇതെൻ്റെ മോള് വയ്യാത്തതാണ്. എൻ്റെ ഭർത്താവിന് വയ്യാത്ത ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. എനിക്കിനി മുമ്പോട്ട് ജോലിക്ക് എനിക്ക് ഈ വീടൊന്ന് പൂർത്തിയാക്കി അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടെങ്കിലേ എനിക്ക് എൻ്റെ മോളെ ആക്കിയിട്ട് പോകാനും പറ്റും. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയാണ് എനിക്ക് ഈ വീടൊന്ന് പൂർത്തിയാക്കുക. വർഷത്തോളമായി കട്ടച്ചുള പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാവിലെ ജോലിക്ക് ഇങ്ങനെ ഇറങ്ങിയ പോയ വഴിക്ക് എന്തോ കണ്ട് പേടിച്ചതാ. പക്ഷെ അന്നേരം ഒന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും സംസാര രീതികളും എല്ലാമൊക്കെ മാറി മാറി വന്നു. പിന്നെ ദേഷ്യമായി, എല്ലാവരെയും ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ ആയി വന്നപ്പോഴാണ് അറിഞ്ഞത് മാനസിക പ്രശ്നമാണെന്നുള്ളത് അറിഞ്ഞു. അതിനിപ്പം ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇനി മോളെ ഇപ്പം ചികിത്സിക്കണം. രണ്ടുപേരെയും ഞാൻ നോക്കിയും വേണം. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ. ഇപ്പോൾ മൊത്തം കടത്തില്ല. വീട്ടിലാണ് ഇപ്പോൾ കടക്കാര് ശല്യ, എപ്പോൾ നോക്കിയാലും കടക്കാര് വന്ന് ഭയങ്കര ബഹളമൊക്കെയാണ്. പൈസ ഇപ്പോൾ ഒന്നുമില്ല. അങ്ങനെ വീട്ടില് അവസ്ഥയാണ്. ഉമ്മച്ചി ഭയങ്കര കരച്ചില്ല. പക്ഷേ കടം മേടിച്ചിനി കൊടുത്തില്ലേ പറ്റൂ. പക്ഷെ കൊടുക്കാൻ ഒന്നുമില്ല. കടം വെച്ചിട്ട് കാര്യമില്ല. പൈസ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ഇല്ല. അങ്ങനെ കൊടുക്കാതെ ഇപ്പോൾ മൊത്തം ബഹളമായി. എപ്പോഴും കടക്കാര് തന്നെ. എന്തോ ചെയ്യാന്. ഇപ്പോൾ 10 എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുന്നു. അത് ഓരോന്നിനും ഞങ്ങളെ പഠനത്തിന് തന്നെ, എൻ്റെ പഠനത്തിന് മേടിച്ചത് തന്നെ. അത് മേടിച്ച് ഇപ്പോൾ കടമായി. ഇപ്പോൾ കൊടുക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ നിൽക്കുക. ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും ജോലിയൊന്നുമില്ല. അങ്ങനെ അച്ഛനും വയ്യാത്തയാ, ചേച്ചിക്കും വയ്യാത്തയാ. അതുകൊണ്ട് അമ്മയ്ക്കും പോകാൻ പറ്റത്തില്ല. എനിക്കും എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ അമ്മച്ചിയെ ഏൽപ്പിക്കണ്ടേ. അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ ഇപ്പോൾ എവിടെ പോവാതെ വീട്ടിൽ തന്നെ നിൽക്കുക. ജോലിയില്ല. ബഹളം വെക്കല്ല. പക്ഷേ ബഹളം വെച്ചിട്ട് കാര്യമില്ല. പൈസ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ഇല്ല. അങ്ങനെ കൊടുക്കാതെ ഇപ്പോൾ മൊത്തം ബഹളമായി. എപ്പോഴും കടക്കാര് തന്നെ. അമ്മ വീട്ടിൽ ഇല്ലെന്ന് പറഞ്ഞ് എങ്ങനെയും പറഞ്ഞയക്കാൻ നോക്കും. അങ്ങനെ പറഞ്ഞു വിടുന്നത്. പക്ഷെ വീണ്ടും വരും. പിറ്റേന്ന് രാവിലെ തന്നെ വരും. വീണ്ടും കടക്കാർ വന്ന് ശല്യം ചെയ്യും, ചീത്ത വിളിയും, വഴക്ക് പറയും, എല്ലാം പറയും.
കേട്ട് കേൾക്കാനല്ലേ പറ്റൂ. മോള് പോവുമായിരുന്നു, മോൾ എല്ലായിടും ഓടി നടക്കുമായിരുന്നു. അപ്പോൾ അവിടെങ്കിലും ഉള്ളവരൊക്കെ അറിയാവുന്നത് കൊണ്ട് അവർ നമ്മളെ അടുത്ത് വിളിച്ച് പറയേ മോളിവിടെ ഉണ്ട് എന്ന് പറയും. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി വിളിച്ചുകൊണ്ട് വന്ന് പൂട്ടിയിടാറുണ്ടായിരുന്നു. അതേപോലെ ഭർത്താവിന് ഇതേപോലെ പോകുമായിരുന്നു, പാരാത്രിക്കൊക്കെ ഇറങ്ങി പോകുമായിരുന്നു. ഓരോരുത്തരൊക്കെ അറിയാവുന്നവരുണ്ട്, അവരൊക്കെയാണ് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മോളെ പൂട്ടിയിടുമായിരുന്നു. ഞാൻ എവിടെ പോയാലും ഒന്നീ മോന് ഞാനിവിടെ കാണും, അല്ലാതെ പോകാൻ പറ്റത്തില്ല. എൻ്റെ മോൻ സ്കൂളിൽ പോവാതെ വീട്ടിൽ ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ ജോലിക്കൊക്കെ ഇറങ്ങി പോകാറുണ്ടായിരുന്നു. കഴിക്കാൻ റേഷൻ കടയിലെ ആഹാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ മോനെ സ്കൂളിൽ പോവാതെ ഇവിടെ ഇരുന്നിട്ടുണ്ട് അവരെ നോക്കിക്കൊണ്ട്. എൻ്റെ മോൻ ഇതുവരെ ഒരവസ്ഥകളും പറഞ്ഞിട്ടില്ല. അവനോട് ഞാൻ ചോദിക്കാറുണ്ട്, നമ്മളെ വീട്ടിലെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടോടാ? ഇല്ലമ്മ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നവൻ പറയാം. ആരും വീട്ടിലൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് അവർക്കാർക്കും ഒന്നും അറിയത്തില്ല. പിന്നെ അച്ഛനെയൊക്കെ അറിയാം, അച്ഛനെ അനിയത്തിയൊക്കെ അറിയാം എന്നതല്ലാതെ നമ്മളെ അവസ്ഥകളൊന്നും അവർക്കാർക്കും അറിയത്തില്ല. എന്തിനാ ഇനി അവരെയും കൂടെ അറിയിച്ച് വെറുതെ? അങ്ങനെ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയാറുമില്ല, അതുകൊണ്ട് അങ്ങനെ. ടീച്ചർമാർ ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല ആരുടെ അടുത്തും.